ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളായിരിക്കെ ഇരു രാജ്യങ്ങളുടെയും കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് ദില്ലിയിൽ ചേരുന്നുണ്ട്. മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഗുണകരമായ കാര്യം എന്താ അറിയാം, മാർച്ച് 15-നകം ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് മാലദ്വീപിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടാണോ? ഇതുമായി ബന്ധപ്പെട്ട അത് ഇന്നത്തെ ബജറ്റിൽ 700 കോടി രൂപ അല്ലല്ല മാലദ്വീപ്സിനും മറ്റു വിവിധ രാജ്യങ്ങളിലേക്കുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ എയ്ഡ് ഉണ്ടല്ലോ, ഫോറിൻ എയ്ഡിന്റെ ഒരു വാർത്ത അത് നമ്മൾ വിട്ടുപോയല്ലോ. പക്ഷേ ഭൂട്ടാനുണ്ട്, ഭൂട്ടാനൊക്കെ വലിയ പൈസ അല്ല, മാലദ്വീപ്സിന് കൊടുത്തത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാലദ്വീപ്സിന് കൊടുത്തു മാത്രമല്ല, മാലദ്വീപ്സിന് അത് കൂടുതൽ പൈസ വർദ്ധിപ്പിക്കുക. നോബിൾ നമുക്കൊപ്പം ചേരുന്നു. നോബിൾ, മാർച്ച് 15-നാണ് അൾട്ടിമേറ്റം കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് ഈ ഇന്ത്യൻ സൈന്യത്തെ 72 പേര് മറ്റേ ഉള്ളൂ അല്ലേ? 72. അപ്പം ഇവരെ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ മാലദ്വീപിന്റെ ആവശ്യം. എന്താണ് നോബിൾ മാരിക്കാരൻ കൂടുതൽ വിവരങ്ങൾ? പിൻവലിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? അരുൺ, ഇന്നിപ്പോൾ ഇന്ത്യ മാലദ്വീപ് രണ്ടാമത്തെ കോർ യോഗമാണ് ചേരുന്നത്. കഴിഞ്ഞ ദിവസം ഈ യോഗം അവിടെ മാലദ്വീപിൽ വെച്ച് ചേർന്നിരുന്നു. അന്നും അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത് എത്രയും വേഗം ഇന്ത്യൻ സൈനികരെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്ന് നടന്നിരുന്നു. എന്താണെങ്കിലും ചർച്ചകളുടെ ഒരു രമ്യതയിലേക്ക് എത്താനാണ് തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിലത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തന്നെ തുടരുന്നു എന്ന സാഹചര്യമുണ്ട്. ഇന്നലെ ബജറ്റിൽ ഉൾപ്പെടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായെങ്കിൽ പോലും പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരികയും മാലദ്വീപുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ സൈനികരെ ഉൾപ്പെടെ പിൻവലിക്കാൻ ഇന്ത്യ തയ്യാറാകണം എന്ന ആവശ്യം, എത്രയും വേഗം പിൻവലിക്കണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥർ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ചർച്ചയിൽ വിശദമായി തന്നെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് രമ്യതയിൽ പരിഹരിക്കാനുള്ള നീക്കമാണ് ഉള്ളത്. കാരണം കാലങ്ങളായി ഇന്ത്യക്ക് മാലദ്വീപുമായി അടുത്ത ബന്ധമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നാണ് അറിയുന്നത്. അതേസമയം മാലദ്വീപ് ഇതിൽ എന്ത് നിലപാട് ഇന്നും സ്വീകരിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണത്തെ വിദേശകാര്യ മന്ത്രാലയം അവിടെ ആവശ്യപ്പെട്ടത് എത്രയും വേഗം സൈന്യത്തെ പിൻവലിക്കണം എന്നുള്ളതാണ്. അതേ നിലപാടിൽ മാലദ്വീപ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. അതല്ല, ഒരല്പം അയവ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന രീതിയിലേക്കായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അതായത് മാലദ്വീപ്സിന് കഴിഞ്ഞ പ്രാവശ്യം 400 കോടിയായിരുന്നു, അത് 770 കോടിയായിട്ട് വികസിപ്പിച്ചു. ഇന്ത്യസ് നെയ്ബർഹുഡ് റിസീവ്ഡ് എ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഓഫ് ദി ആനുവൽ അലോക്കേഷൻ ഫോർ ദി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അതൊരു നല്ല നീക്കമാണ്.